ആകാശവാണി. നമസ്കാരം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരം പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന്റെ മേൽനോട്ടവും നിർദ്ദേശവും നിയന്ത്രണവും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. അനുച്ഛേദം 326 പ്രകാരം 18 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള എല്ലാ പൌരന്മാർക്കും വോട്ടറായി രജിസ്റ്റർ ചെയ്യാൻ അവകാശമുണ്ട്. പൌരന്മാർ മാത്രമേ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്ന് ഉറപ്പാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാധ്യസ്ഥമാണ്. യോഗ്യരായ എല്ലാവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തി കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടത്തി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇങ്ങനെ വോട്ടർ പട്ടികയിലെ പേരുകളുടെ കൂട്ടിച്ചേർക്കലുകൾ, ഒഴിവാക്കലുകൾ, തിരുത്തലുകൾ, സ്ഥലം മാറ്റങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ളവയുടെ കൃത്യത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ SIR അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിച്ചത്. മരിച്ചവർ, താമസം മാറിയവർ, ഒന്നിലധികം തവണ പട്ടികയിൽ ഇടം പിടിച്ചവർ, പൌരന്മാർ അല്ലാത്തവർ എന്നിവരുടെ പേരുകൾ ഒഴിവാക്കുകയും യോഗ്യരായ എല്ലാ വോട്ടർമാരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുകയുമാണ് SIRന്റെ ലക്ഷ്യം. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ദ്രുതഗതിയിലുള്ള നഗരവത്കരണവും കുടിയേറ്റവും കാരണം വോട്ടർ പട്ടികയിൽ വലിയ തോതിലുള്ള കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടന്നിട്ടുണ്ടെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. കുടിയേറ്റം, ഒന്നിലധികം സ്ഥലങ്ങളിലെ രജിസ്ട്രേഷൻ, മരണപ്പെട്ട വോട്ടർമാരെ ഒഴിവാക്കൽ, വിദേശികളെ പട്ടികയിൽ തെറ്റായി ഉൾപ്പെടുത്തിയത് തുടങ്ങിയ കാരണങ്ങളാൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ കമ്മീഷൻ തീരുമാനിക്കുകയായിരുന്നു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആണ് ഇത് നടപ്പിലാക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പ്രധാന തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയും അതിന്റെ സമയം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുകയും ചെയ്താൽ SIR പ്രക്രിയ നടത്തുന്നു. 1951 മുതൽ 2004 വരെ 8 തവണ രാജ്യവ്യാപകമായി SIR നടപ്പിലാക്കിയിട്ടുണ്ട്. SIR പ്രക്രിയ നടത്തേണ്ട സംസ്ഥാനങ്ങളിൽ ബ്ലോക്ക് ലെവൽ ഓഫീസർമാരെ അഥവാ BLOമാരെ നിയമിക്കുന്നു. കൂടാതെ കമ്മീഷൻ ബൂത്ത് ലെവൽ ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നു. ഈ പ്രക്രിയയ്ക്കിടെ BLOമാർ വീടുകൾ സന്ദർശിച്ച് തിരിച്ചറിയൽ, വിലാസം, മറ്റ് പൌരത്വ രേഖകൾ എന്നിവ ആവശ്യപ്പെടുകയും വെരിഫിക്കേഷൻ നടത്തുകയും ചെയ്യും. രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതിവേഗം മുന്നോട്ട് നീങ്ങുകയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടക്കുന്ന എന്യൂമറേഷൻ ഫോം വിതരണത്തിൽ വോട്ടർമാരുൾപ്പെടെ എല്ലാ മേഖലകളിൽ നിന്നും വളരെ നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പറഞ്ഞു. ഒരു വോട്ടേഴ്സ് ലിസ്റ്റിന്റെ സ്ക്രൂട്ടിനിയാണ് ഇപ്പോ SIR മൂലം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഏതെങ്കിലും വിധത്തിലുള്ള ആള് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അത് മാറ്റാനും, ഇതിന് ഷിഫ്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ വേറെ സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പക്ഷെ ആളുടെ പേര് ഇവിടെ ഉണ്ടെങ്കിൽ അത് കൂടി ക്ലീൻ ചെയ്യാനും, പിന്നെ മൂന്നാമത്തെ കാര്യം ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് 2 സ്ഥലത്ത് വോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് കൂടി നമുക്ക് ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് SIRയുടെ ഉദ്ദേശം. ഈ മാസം 4-നാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ SIR രണ്ടാം ഘട്ടം പ്രഖ്യാപിച്ചത്. കേരളത്തിനു പുറമെ തമിഴ്നാട്, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നിവയാണ് രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 321 ജില്ലകളിലായുള്ള 51 കോടി വോട്ടർമാരാണ് രണ്ടാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 5.3 ലക്ഷം ബൂത്ത് ലെവൽ ഓഫീസർമാരും 7.64 ലക്ഷം ബൂത്ത് ലെവൽ ഏജന്റുമാരുമാണ് ഈ പ്രക്രിയയുമായി പ്രവർത്തന രംഗത്തുള്ളത്. 2002 പട്ടിക അടിസ്ഥാനമാക്കിയാണ് വോട്ടർ പട്ടിക പുതുക്കുക. 2002 പട്ടികയിലുള്ളവർ പേര് നിലനിർത്താൻ പുതുതായി തിരിച്ചറിയൽ രേഖകൾ നൽകേണ്ടതില്ല. ഇല്ല എങ്കിൽ തിരിച്ചറിയൽ രേഖകൾ നൽകണം. കേന്ദ്ര, സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനോ പെൻഷൻകാരനോ ആയ വ്യക്തിക്ക് അനുവദിച്ചിട്ടുള്ള ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ പെൻഷൻ പേയ്മെന്റ് രേഖ നൽകാം. ആധാർ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്, യോഗ്യതയുള്ള അധികാരി നൽകുന്ന സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ്, ഫോറസ്റ്റ് റൈറ്റ്സ് സർട്ടിഫിക്കറ്റ്, OBC, SC, ST അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജാതി സർട്ടിഫിക്കറ്റ്, ദേശീയ പൌരത്വ രജിസ്റ്റർ, സർക്കാർ നൽകുന്ന ഏതെങ്കിലും ലാൻഡ് ഹൌസ് അലോട്ട്മെന്റ് സർട്ടിഫിക്കറ്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന കുടുംബ രജിസ്റ്റർ, കേന്ദ്ര സർക്കാർ നൽകുന്ന തിരിച്ചറിയൽ കാർഡുകളും സർട്ടിഫിക്കറ്റുകളും SIRനുള്ള നടപടികൾക്ക് സമർപ്പിക്കാം. 11 രേഖകളിൽ 5 എണ്ണത്തിൽ ജനന തീയതിയോ സ്ഥലമോ ഇല്ലെങ്കിലും അത് സ്വീകാര്യമാണ്.
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് രാജ്യത്തെ ഓരോ പോളിംഗ് സ്റ്റേഷനിലും ശരാശരി 1000 വോട്ടർമാരുണ്ട്. ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഒരു ബൂത്ത് ലെവൽ ഓഫീസർ ഉണ്ട്. ഓരോ നിയമസഭാ മണ്ഡലത്തിലും നിരവധി പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ട്. ഓരോ നിയോജക മണ്ഡലത്തിലും ഒരു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. നിയമപ്രകാരം കരട് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും എതിർപ്പുകളും പരാതികളും സ്വീകരിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നതും അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് തലത്തിലുള്ള ഉദ്യോഗസ്ഥൻ ERO ആണ്. ഇവരെ കൂടാതെ ഓരോ താലൂക്കിലോ ബ്ലോക്കിലോ അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരെയും നിയമിച്ചിട്ടുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഇതുവരെ 2 കോടിയിലധികം വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ഇതോടെ 79.06% വോട്ടർമാരുടെ കൈകളിൽ ഫോം എത്തിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഗോവയിലും ലക്ഷദ്വീപിലും 100% വോട്ടർമാർക്കും ഫോം കൈമാറി. നിയമവിരുദ്ധ കുടിയേറ്റക്കാർ ഉൾപ്പെടെ യോഗ്യതയില്ലാത്ത പേരുകൾ നീക്കം ചെയ്യുമ്പോൾ യോഗ്യരായ ഒരു പൌരനെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഓൺലൈൻ വേണമെങ്കിൽ നമുക്ക് ഇമെയിൽ ഒക്കെ ഉണ്ട്. എല്ലാ ജില്ലയിലും ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അവിടെ വേണമെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രാവശ്യങ്ങൾ അവിടെ വേണമെങ്കിൽ നേരിട്ട് ബന്ധപ്പെടാം. ഇപ്പോൾ നമ്മുടെ ഓവർസീസ് എലക്ടേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു കോൾ സെന്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇമെയിൽ അവർക്ക് വേണ്ടിയിട്ട് തന്നെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇമെയിൽ കൂടി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് പകല് താങ്കൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കൂട്ടായ്മ പ്രവർത്തനം നമുക്ക് തുടരണം. ഇതിലെ എല്ലാവരുടെയും ഒരു സഹായം സഹകരണം നമ്മൾ അഭ്യർത്ഥിക്കുന്നു. BLOമാരുടെ നേതൃത്വത്തിൽ ആദ്യ ദിനം പ്രമുഖരുടെയും മുതിർന്ന പൌരന്മാരുടെയും വീടുകളിലാണ് ഫോമുകൾ വിതരണം ചെയ്തത്. ഇതിന്റെ ഭാഗമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നേരിട്ട് മുതിർന്ന ചലച്ചിത്ര താരം പത്മശ്രീ മധുവിന് എന്യൂമറേഷൻ ഫോം നൽകി പൂരിപ്പിച്ച് സ്വീകരിച്ചു. നാടിന്റെയും ജനങ്ങളുടെയും നന്മയ്ക്കായാണ് വോട്ടർ പട്ടിക പരിഷ്കരണമെന്ന് നടൻ മധു പ്രതികരിച്ചു. ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വോട്ടർ പട്ടികയെക്കുറിച്ച് വളരെ പരാതിയിലുള്ള ഈ സമയത്ത് ഈ പുതിയ ഫോമിൽ എല്ലാവരും ഒപ്പിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ശുദ്ധീകരണമായി ആ ക്രിയയിൽ വോട്ടുള്ള എല്ലാവരും പങ്കെടുക്കേണ്ടത് ഒരു ആവശ്യമാണ്, ചെയ്യേണ്ടതൊരു കടമയാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് മുതിർന്നവരോടാണ്. അവർക്ക് ഇതിലൊന്നും യാതൊരു താല്പര്യവും ഇല്ലാത്തതുപോലെ അവർക്കൊന്നും ചെയ്യാനില്ലാത്ത ഭാവമുള്ള കുറെ പേരെങ്കിലും ഉണ്ട്. അവരോടും ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, ഈ പ്രക്രിയയിൽ പങ്കെടുക്കണം, സഹകരിക്കണം. നാട്ടിന് നല്ലതാണ്, നമുക്ക് നല്ലതാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ എന്യൂമറേഷൻ ഫോം വിതരണം അതിവേഗം പുരോഗമിക്കുകയാണ്. എന്യൂമറേഷൻ ഫോം വിതരണത്തിന്റെ വേഗത കൂട്ടുന്നതിനായി രാത്രിയിലും BLOമാർ വീട്ടിലെത്തുന്ന നൈറ്റ് ഔട്ട് വിത്ത് BLO ഡെമോക്രസി നെവർ സ്ലീപ്സ് എന്ന ക്യാമ്പയിനും നടക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ SIRന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം വിതരണം 100% പൂർത്തിയാക്കിയ ഹരിപ്പാട് മണ്ഡലത്തിലെ BLO ഷജിന S-നെ ജില്ലാ കളക്ടർ അഭിനന്ദിച്ചു. ഇത്തരം അംഗീകാരങ്ങൾ ഉത്തരവാദിത്തത്തോടെ ജോലികൾ പൂർത്തിയാക്കാൻ പ്രചോദനമാണെന്ന് ശ്രീമതി ഷജിന ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കഴിഞ്ഞ 15 വർഷത്തിന് മുകളിലായിട്ട് ഞാൻ തന്നെയാണ് എന്റെ ഈ ബൂത്തിലെ പരിധിയിലെ BLO ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ 21 വർഷമായിട്ട് ഞാൻ ഒരു അംഗനവാടി ടീച്ചറാണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ വോട്ടേഴ്സിനെയും വീടുകളും ഏരിയ മാപ്പും ഒക്കെ വളരെയധികം നന്നായിട്ട് അറിയാം. അതാണ് എന്റെ വിജയത്തിന്റെ പ്രധാന ഘടകം. SIRുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളിൽ ഒരുപാട് കൺഫ്യൂഷനാണ് ഇപ്പോഴും. പ്രത്യേകിച്ച് മുതിർന്ന ജനറേഷന് ഈ ഉദ്യമമായിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ആദ്യം ഫേസ് ചെയ്ത ഒരു അപ്രിസിയേഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്, എല്ലാവരും തന്നെ ടീച്ചർ തന്നെ അല്ലേ ഈ ഫോം ഫില്ല് ചെയ്യുന്നത്, അല്ലെ ടീച്ചർ അല്ലേ ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എന്നുള്ള ഒരു അപ്രിസിയേഷൻ പോലെ ഞാനത് എടുത്തു. കാരണം അവർക്ക് ഞാൻ ഫില്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ തന്നെ ഡീറ്റെയിൽ എടുക്കാൻ ചെല്ലുമ്പോൾ സേഫ് ആണെന്നുള്ള ഒരു അവരുടെ ഒരു വിശ്വാസമായിരിക്കണം. ആദ്യം ഞാൻ ചെയ്യുന്നത് ഫോംസ് കിട്ടിയാലും അതുപോലെ വോട്ട് സമയത്ത് സ്ലിപ്പ് വിതരണ സമയത്തും ഏരിയ തിരിച്ച് സോർട്ട് ചെയ്ത് വെക്കും. പിന്നെ തൊട്ട് പിറ്റേ ദിവസം മുതൽ ഹൗസ് വിസിറ്റിന് ഇറങ്ങാറാണ് പതിവ്. 4-ാം തീയതി ഫോം കൈപ്പറ്റി 5, 6, 7-ാം തീയതി വൈകുന്നേരം ആയപ്പോഴാണ് കളക്ടറേറ്റിൽ നിന്ന് നമ്മളാണ് ആദ്യം ചെയ്ത് കഴിഞ്ഞത് ആലപ്പുഴ ജില്ലയിൽ എന്ന് പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. വളരെയധികം സന്തോഷം തോന്നി. മുമ്പ് ആധാർ വോട്ടർ ID കാർഡ് ബന്ധിപ്പിക്കുന്നതിൽ അന്നത്തെ കളക്ടറായിരുന്ന കൃഷ്ണതേജ സാറിന്റെ നിന്ന് ഇതുപോലെ ഒരു അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് നമ്മളുടെ ജോലി സംബന്ധമായിട്ട് നമുക്ക് കിട്ടുന്ന ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. വിദേശത്തുള്ളവർക്കും ഓൺലൈൻ വഴി വോട്ടർ പട്ടിക പരിഷ്കരിക്കാനാകും. വോട്ടർ SCCI.gov.in എന്ന വെബ്സൈറ്റ് വഴി ഫോം ഡൌൺലോഡ് ചെയ്യാം. കള്ളവോട്ടുകൾ ഒഴിവാക്കാനും ജനാധിപത്യ സംവിധാനത്തെ ശാക്തീകരിക്കാനും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് വോട്ടർമാർ പ്രതികരിക്കുന്നു. തിരുവനന്തപുരം സ്വദേശിനി അനുപമ CV
എൻ്റെ അഭിപ്രായത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിട്ടൊരു കാര്യം തന്നെയാണ്. ഇതുവഴി വോട്ടർമാരുടെ ആധികാരികത ഉറപ്പാക്കാനാകും. അതുപോലെ തന്നെ വോട്ടിരട്ടിപ്പും ഒഴിവാക്കാം. അതുപോലെ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്നും രജിസ്ട്രേഷനും പുതുക്കലും ഒഴിവാക്കലും എല്ലാം ചെയ്യാനും കഴിയും. 1 മാസത്തിലധികം സമയം അനുവദിച്ചിട്ടുള്ളതിനാൽ ബുദ്ധിമുട്ട് കൂടാതെ തന്നെ നമുക്ക് SIRൽ പങ്കെടുക്കാനും കഴിയും. ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. കരട് പട്ടിക സംബന്ധിച്ച പരാതികൾ 2026 ജനുവരി 8 മുമ്പ് സമർപ്പിക്കണം. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 7 പ്രസിദ്ധീകരിക്കും. രണ്ടാം ഘട്ടത്തിൽ ഇതുവരെ രാജ്യത്താകെ 46.50 കോടി എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട ആകെ 51 കോടി വോട്ടർമാരുടെ 91.2%. വോട്ടറായി രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശം പോലെ തന്നെ ശരിയായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് വോട്ടർമാർക്ക് ഉറപ്പാക്കാനും കൂടിയുള്ള അവസരമാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ സാധ്യമാകുന്നത്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഈ അവസരം ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണ്. നിങ്ങൾ കേട്ടത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആകാശവാണി വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി. അവതരണം ബിന്ദു.